ഇപ്പോൾ സമസ്ത പണ്ഡിത സഭയായ മുഷാവറ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിൽ. അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അത് അതിലേക്ക് എത്തി മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തുനിന്നുള്ള അതന്നെ അതായിരിക്കും നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതി എന്ന് ചോദിച്ചത് ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട പരാതി ഉണ്ടായിരുന്നത് അല്ല, അതിൽ പല പരാതികളുണ്ട്. അത് ഞാൻ അടുത്ത് പറയണല്ലോ. അപ്പം അന്ന് പറയാം. ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോഴിക്കോട് വെച്ചിട്ട് നളന്തയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. എല്ലാം അതിൽ പെട്ട് എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറ ചർച്ച ചെയ്യും. എല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളോട്. മിനി ഇങ്ങനെ ചോദിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ഇപ്പൊ പറഞ്ഞില്ലേ, അതിന് മറുപടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും. 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അന്ന് അതിന് മറുപടി പ്രധാന തീരുമാനം 1991 സെപ്റ്റംബർ 18 രാജ്യത്തിൽ നിലനിന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം. അതിന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അങ്ങനൊന്നും എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ഇരുത്താലോ. നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അതൊക്കെ നീ പെട്ടതാണ്. അതൊക്കെ നമ്മൾ പിന്നെ പറയുന്നു പറഞ്ഞല്ലോ. സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും. അടുത്ത 10 ദിവസം അത് ഒരു വട്ടം പറഞ്ഞില്ല നിങ്ങളോട്. തീയതി തീരുമാനിച്ചിട്ടില്ല. അതൊന്ന് മലപ്പുറത്ത് പറഞ്ഞല്ലോ. അത് വീണ്ടും തുടരുന്നത് നിർത്തിവെച്ചിട്ടില്ല എന്നല്ലേ. അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ അതിന്റെ ഒരു നല്ല നിൽക്കാനെല്ലാം തീരുമാനിക്കുന്നു അന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെന്താ ചോദിക്കണം. ഇല്ല, ഭിന്നത ഇല്ലാന്ന് ഞാൻ ഒന്നാളും പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞല്ലോ ഭിന്നത ഇല്ലാന്ന്. പിന്നെന്താ അല്ല, അതിനെ പറ്റിയുള്ള തീരുമാനമല്ലേ ഞങ്ങളോട് പറഞ്ഞത്. സമാന്തരോ അല്ല എന്തോ ആവട്ടെ, ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത 15 ദിവസത്തിൻ്റെ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത് മുഷാവറയെന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ ഒരു തീരുമാനം ഇതാണ്. 1992 ആരാധന നിയമ 91 ആരാധന നിയമങ്ങളോട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ, അത് നിലനിർത്തണം. അതാണ് ഒരു തീരുമാനം. വേറെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്ന് കൈത്താങ് പങ്കുകൾ ഫണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പിന്നെ CIC പ്രശ്നം. അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസി രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് യാതൊരു ബന്ധമില്ല. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ എപ്പോ തീരുമാനിച്ചതാണ്. മുനമ്പം വിഷയത്തിൽ അത് അതിന്റെ ആധാരങ്ങൾ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അതിന്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധി ആയതുകൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. മനസ്സിലായ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാതെയാവുന്ന ചില കാര്യങ്ങൾ അതിന് വായിക്കാൻ കഴിഞ്ഞു. അപ്പം അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം പറയും. സമസ്തക്കിടയിലെത്തി ഈ തർക്കത്തിനിടെയാണ് ഇപ്പോൾ ഈ സമസ്ത നേതാക്കളുടെ യോഗം ചേർന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് ഈ യോഗത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ, മുനമ്പം വിഷയത്തിലെ തർക്കം, ലീഗുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, ഇതിലൊക്കെ ഒരു പരിഹാരം, ഒരു സമവായം ഉണ്ടായിട്ടുണ്ടോ ഈ യോഗത്തിലെ? പരാതികൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്
ലഭിച്ചിട്ടുണ്ട് എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായി ഒരു പ്രത്യേക മുഷാവറ യോഗം ഒരു ദിനം പൂർണ്ണമായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഗൗരവതരമായ കാര്യങ്ങൾ സമസ്തയ്ക്കുള്ളിലുണ്ട്, അല്ലെങ്കിൽ സമസ്തയിലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതിൽ കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നില്ല. അതായത് ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തു. ആ വിഷയങ്ങൾ മുഴുവൻ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ആ പരസ്യം പ്രസിദ്ധീകരിച്ചുമായി ബന്ധപ്പെട്ട വിവാദം, അതടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അത് പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ നിലവിൽ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സമസ്തയ്ക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന പരാതികളെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടത്തും. ഒരു ദിവസമെടുത്ത് ഈ മുഷാവറ വീണ്ടും ചേരുകയും ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അത് ശക്തമായി ഈ നടപ്പിലാക്കണം, അതിൽ മാറ്റങ്ങൾ വരുത്തരുത് എന്ന ഒരു ആവശ്യവും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ സമസ്ത യോഗത്തിൻ്റെ തീരുമാനമായി മറ്റ് തീരുമാനങ്ങൾ വാർത്താക്കുറിപ്പായി തന്നെ എത്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സമസ്തയ്ക്കുള്ളിൽ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ ലീഗ് അനുകൂലികളെന്നും പ്രതികൂലികളെന്നുമായി രണ്ട് ചേരിയായി നിൽക്കുന്നു എന്നത് ഏതാണ്ട് ഒരു സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഭിന്നത ഉണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഭിന്നതയില്ല എന്നാണ് താൻ നേരത്തെ പറഞ്ഞിരുന്നത്. അക്കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നുവെന്നും പറയുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു പ്രത്യേക യോഗം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യമായ കുഴപ്പങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ കാര്യമായ ആലോചനകൾ ആ സംഘടനയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളെ ചൊല്ലി ഇന്ന് കാര്യമായ ചർച്ചകൾ നടന്നു എന്ന വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം വെളിവാകും കേട്ടോ.